കേരളമൊട്ടാകെ മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ മുങ്ങിക്കിടക്കുവാണ്. അതിൽ യാതൊരു സംശയമില്ല. കാരണം എവിടെ തിരിഞ്ഞാലും മയക്കുമരുന്ന് പിടുത്തം മാത്രം. അത് ഹൈബ്രിഡ് കഞ്ചാവാകാം, MDMA ആകാം, പിന്നെ നമ്മൾ പേര് കേൾക്കാത്ത ടോമോയോ തോമായോ അങ്ങനെ പലതരത്തിലുള്ള പേരുകളിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ HIV അതിൻ്റെ ഇടയ്ക്ക് കൂടിയിട്ടുമുണ്ട്. എനിവേ എന്തായാലും നമ്മളെല്ലാവർക്കും കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ ലഹരിയും സിനിമാക്കാരുമായിട്ടുള്ള ബന്ധം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്ന് 2 കോടി വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായിട്ടൊരു സ്ത്രീ പിടിയിലായി. ക്രിസ്റ്റീന എന്ന വിളിപ്പേരുള്ള തസ്ലീമ അങ്ങനെയാണുള്ള പേര്. അവരെയും ഒരു പുരുഷനുമായിട്ട് പിടിച്ചു. മണ്ണഞ്ചേരിക്കാരനായ ഒരു പുരുഷനെയും കൂടെ പിടിച്ചിട്ടുണ്ട്. ഓൾ കേരള കഞ്ചാവ് സപ്ലയേഴ്സ് ആണ് അവർ മെയിനായിട്ട് വെളിപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ താരങ്ങളായിട്ടുള്ള ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും കൂടെ ഞാനാണ് കഞ്ചാവ് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത്. എത്ര മനോഹരമായ വെളിപ്പെടുത്തലല്ലേ. കാരണം 2 കോടിയുടെ കഞ്ചാവ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് പറയാം അത് സാധാരണക്കാർക്ക് കൊടുക്കാനുള്ളതല്ല. ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ MDMA ആണല്ലോ വിഷയം. അപ്പോൾ ഇച്ചിരി ഹൈബ്രിഡ് കഞ്ചാവായ വിഷയമില്ലല്ലോ. നമ്മുടെ മട്ടാഞ്ചേരി മാട്ടം പറഞ്ഞല്ലേ കഞ്ചാവ്, ഞാൻ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞാണ് കഞ്ചാവ് വളരെ നല്ലതാണ്, ദൈവികമായ ചെടിയാണ്, അത് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് വളർത്തൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോ അത്രയും ദൈവികത കിട്ടാൻ വേണ്ടിയിട്ടാണോ സിനിമാ നടന്മാരൊക്കെ കഞ്ചാവ് ഉപയോഗിക്കുന്നത് പറഞ്ഞത്? അല്ലെ, കുറച്ചധികം നാളുകളായിട്ട് വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ടല്ലോ. സിനിമാ മേഖലയിൽ ഈ പറയുന്ന കള്ളും കഞ്ചാവും അല്ലെങ്കിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളെ ഇപ്പൊ ഈ ഷൈൻ ടോം ചാക്കോയാണെങ്കിൽ കുറ്റവിമുക്തനാക്കിയിട്ട് കൊക്കൈൻ കേസിൽ കുറ്റവിമുക്തനാക്കിയിട്ട് അധികമായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെ യാദൃശികമായിട്ട് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എത്രത്തോളം ഏതൊക്കെ അളവിൽ ഏത് തോതിലാണ് മയക്കുമരുന്നുകൾ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇതും അതിനൊപ്പം തന്നെ അറിയുന്നത് നല്ല അടിപൊളിയായിട്ട് നല്ല കേരളത്തെ മൊത്തത്തിൽ വലവിരിച്ച് തന്നെയാണ് പോലീസും അല്ലെങ്കിൽ ഡാൻസ് സ്റ്റാഫും എക്സൈസും എല്ലാം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു രഹസ്യ ഇൻഫർമേഷനെ തുടർന്നാണ് ഇപ്പോൾ ഇവർ കുടുങ്ങിയിരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഇവർ ഒരിക്കലും കുടുങ്ങില്ല. കാരണം നല്ലൊരു മൂവും നല്ലൊരു ക്യാച്ചുമായിരുന്നത്. കാരണം ഈ പറയുന്ന വ്യക്തി, ഇപ്പം ഈ പറയുന്ന ലേഡി ക്രിസ്റ്റീന എന്ന് പറഞ്ഞല്ലോ അല്ലെ, അവർക്ക് ഒരു മുസ്ലിം പേരാണല്ലോ പറയുന്നത്, ഒരു തസ്ലീം വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ അവര് 2 കുഞ്ഞുങ്ങളെയും ഭർത്താവിനെ അല്ലെ, അവര് കുടുംബം മൊത്തത്തോടെയാണ് ഈ ഒരു ബിസിനസ്സിന് ഇറങ്ങിയിരിക്കുന്നത്. ആ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഈ ഒരു സംഭവം നടന്ന് പോലീസൊക്കെ വന്ന് ഇവരെ പിടികൂടിയതിന് ശേഷം ആ കുഞ്ഞുങ്ങൾ നിന്ന് കരയുകയാണ്. ആ കുഞ്ഞുങ്ങളോട് പോലും ഒരു കരുണയോ സ്നേഹവും ഉള്ള രീതിയിലൊന്നും അല്ല അവരുടെ നിൽപ്പോ ഭാവമോ ഒന്നും. ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. അവർ റിവീൽ ചെയ്യാണ് എന്തോ വലിയ കാര്യമാണ് താൻ ചെയ്തത്, തന്നെ പിടിച്ചേക്കുന്നത് വേറെന്തോ, ഞാൻ വലിയ കാര്യം എന്തോ ചെയ്തിട്ടെന്നുള്ള രീതിയിലാണ് ഓരോ കാര്യങ്ങളും അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇവര് ബേസിക്കലി കണ്ണൂരുകാരിയാണെങ്കിലും ചെന്നൈയിലാണ് സെറ്റിൽഡ്. ഇവര് കേരളത്തിൽ വരുമ്പോഴെല്ലാം ഇതുപോലുള്ള റിസോർട്ടുകൾ സെലക്ട് ചെയ്തിട്ട് അവിടെ വന്നു 3-4 ദിവസം അല്ലെങ്കിൽ എത്രയാണോ ഇത് ഡീല് നടക്കാനായിട്ടുള്ള ഒരു സമയത്ത് ഇവർ വരുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ടോ ഇടയ്ക്കൊന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തോട്ടെ. ഇത് ശരിക്കും എക്സൈസ് ഇവരെ പെടുത്തിയതാ കേട്ടോ. ആ ഒരു വാർത്തയും കൂടെ ഉണ്ട്. എക്സൈസിന്റെ വലയിൽ ഇവർ വന്ന് വീഴുമായിരുന്നു. അതെ അതെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ വരുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർ ഓൾറെഡി അവിടെ പോയി നിൽക്കുകയായിരുന്നു. റിസോർട്ടിലേക്ക് വിളിപ്പിച്ച എക്സൈസുകാരാ. അല്ല, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യം ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയതുമായി ബന്ധപ്പെട്ടാണല്ലോ അവർ വലവരിച്ച് കാത്തു നിന്നത്. എന്തായാലും കയറി പോരാൻ പറഞ്ഞിട്ട്. എന്ത് തന്നെ ആയാലും ഇവര് റിവീൽ ചെയ്തേക്കുന്ന ഈ സിനിമാ മേഖലയിലെ ഈ 2 പേരുടെ പല കമന്റ്സും വന്നു. ഇവരെ അതായത് ഈ ലഹരി ഉപയോഗിക്കുന്ന കൂടുതലായിട്ടും പേര് കേൾക്കുന്ന 2 വ്യക്തികളാണ് ഷൈൻ ടോം ചാക്കോയും അതുപോലെ തന്നെ ശ്രീനാഥ് ഭാസി. ഇവരെ 2 പേരെയും ഈ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ പുറത്താക്കണം എന്നുള്ളൊരു ആവശ്യവും അതോടൊപ്പം തന്നെ ഈ സിനിമാ മേഖലയിലുള്ള ആളുകൾ തന്നെ പറയുന്നുണ്ട് ഈ 2 പേർ കാരണം അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ചില ആളുകൾ കാരണം മൊത്തം സിനിമാ വ്യവസായം അല്ലെങ്കിൽ സിനിമാ ഇൻഡസ്ട്രിയിൽ മൊത്തമാണ് ഈ ചീത്തപ്പേര് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ചീത്തപ്പേര് ഒഴിവാകണമെങ്കിൽ ഇതുപോലെയുള്ളവരെ റിമൂവ് ചെയ്യണം എന്ന് ശക്തമായി പറഞ്ഞുകൊണ്ട് ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. നമുക്കറിയാം ഇപ്പം പല കേസുകൾ മുന്നിട്ട് വന്നു നിൽക്കുന്നതുകൊണ്ടാണ് ഇതൊന്ന് തള്ളിപ്പോയത് അല്ലെങ്കിൽ ഇതൊന്ന് കെട്ടടങ്ങി നിൽക്കുന്നത്. പക്ഷേ ഇത് വലിയ രീതിയിലുള്ള വാർത്തയാവാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല ശ്രീനാഥ് ഭാസി ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചപ്പോൾ വളരെ മോശമായുള്ള രീതിയിലുള്ള റെസ്പോൺസ് ആണ് കിട്ടുന്നത്. ഇതിനു മുൻപും ഒരു അവതാരകയുമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ടായിരുന്നു. എപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഈ പറയുന്ന പോലെ ഈ സംഭവമൊക്കെ ഉപയോഗിച്ചിട്ട് നിൽക്കുന്ന ഒരാൾ എങ്ങനെയാണോ ഒരുപക്ഷെ പെരുമാറുന്നത് അതുപോലൊക്കെ തന്നെയാണ് പെരുമാറുന്നത്. അതിനകത്ത് പുള്ളി പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണോ അല്ലെങ്കിൽ അങ്ങനെയാണോ ഇങ്ങനെയാണോ നമുക്കറിയില്ല. പക്ഷേ എന്ത് തന്നെ ആയാലും ഇപ്പോ ഈ നടന്നിരിക്കുന്ന സംഭവം അല്ലെ ശരി, ഇത് നമുക്ക് തികച്ചും സ്വാഗതം അറിയിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു നടപടി പോലീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം നമുക്കിനി പോലീസുകാർ എഫിഷ്യന്റ് ആണ്. അവര് സത്യത്തിൽ ഓൾ കേരള വേട്ട നടത്തി ശരിക്കും വേട്ടക്കാരായിട്ട് അവരങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മുക്കിന്നും മൂലയിന്നും ഒക്കെ പിടിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഓപ്പറേഷൻ ഡിയോ അങ്ങനെ എങ്ങാന്നാണ് അതിന്റെ ഒരു പേരെന്ന് എനിക്ക് തോന്നുന്നു. അത് വെച്ചിട്ട് മാക്സിമം ലഹരി വിമുക്ത കേരളം ആക്കണമെന്നൊരു ഉദ്ദേശത്തിൽ തന്നെയാണ് എവറി ഡേ ഈ കഞ്ചാവ് വേട്ട മയക്കുമരുന്ന് വേട്ടയാണ്. അക്കൂട്ടത്തിലാണ് ഇതും പിടിക്കപ്പെട്ടത്. അവർക്ക് എവിടുന്ന് രഹസ്യ വിവരങ്ങൾ കിട്ടിയതിന് ശേഷം. പക്ഷേ ഇപ്പോൾ ഈ സിനിമ മേഖലയിലേക്ക് ഇതിന്റെ ഒരു അതിപ്രസരം അതിന് വേണ്ടിയിട്ടാണ് ഇത് മിക്കതും അവിടുന്ന് പുറത്തുനിന്നും ഇത്രയും വില കൂടിയ സാധനങ്ങൾ നാട്ടിലേക്ക് വരുന്നതെന്ന് പണ്ട് തൊട്ടേ ഒരു കരക്കമ്പിയുണ്ട്. അത് സത്യമാണ് താനും. കാരണം സിനിമാ ഫീൽഡിലെ പലരും ഇതിന് അഡിക്റ്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. അതിൽ നമുക്കറിയാം ഒരു പ്രമുഖ നടി, അവരുടെ പേര് നമ്മളിപ്പോൾ വലിച്ചഴിക്കുന്നില്ല. അവരെ ഒരിക്കൽ ഇതുപോലെ ഹോട്ടലിൽ നമ്മുടെ എവിടെയാണ് ക്രൗൺ പ്ലാസ എന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്ന് പിടിക്കുകയുണ്ടായി.
എത്രയോ റൂമുകളിൽ ഇരുന്നു കൊണ്ട് മെയിൻ ആയിട്ടുള്ള ഒരു പെഡലറെ പിടിച്ചപ്പോൾ അയാളും വെളിപ്പെടുത്തി ഇന്ന നടിമാർക്ക് ഇന്ന നടന്മാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ അന്നും ഇവർ എതിർത്ത് പറയുകയുണ്ട്. അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, എല്ലാ പെഡലേഴ്സും അല്ലെങ്കിൽ എല്ലാ കഞ്ചാവ് വിൽപ്പനക്കാരും എന്തിനാണ് ഈ സിനിമാക്കാരുടെ പേരുകൾ പറയുന്നത്? അവർക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? എപ്പോഴും അവരാരും മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ പേരൊന്നും പറയുന്നില്ലല്ലോ, പൃഥ്വിരാജിന്റെ പേര് പറയുന്നില്ലല്ലോ, ചാക്കോച്ചന്റെ പേര് പറയുന്നില്ലല്ലോ. അപ്പോൾ അവരാരും അത് ഉപയോഗിക്കുന്നില്ല. ഉപയോഗിച്ചെന്ന് പറഞ്ഞാലും കൃത്യസമയം നമ്മുടെ നിവിൻ പോളിയെ പോലെ ചാടി മറിഞ്ഞ് അവരിങ്ങി വരും, ഞങ്ങളത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവർ തെളിവുണ്ട്. ഇത് അവർക്കറിയാം, ഈ മയക്കുമരുന്ന് വിൽപ്പനക്കാർക്ക് അറിയാം, ഞങ്ങൾ പറഞ്ഞാലും ഇവർ നിഷേധിക്കത്തേ ഉള്ളൂ, ഒന്നും ചെയ്യാൻ വരത്തില്ല. കാരണം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പോലീസ് പിടിക്കും. പോലീസ് പിടിച്ചാൽ ഈ പറയുന്ന പോലെ ഇവന്മാരുടെ രക്തമൊക്കെ പരിശോധിച്ചാൽ ഉറപ്പായിട്ടും അറിയാൻ പറ്റും. പക്ഷേ എങ്ങനെയാണ് എനിക്കൊന്നും അറിയില്ല, കൊക്കൈൻ കേസിൽ പിടിയിലായ ഷൈൻ ടോം ചാക്കോ എങ്ങനെ ഇതിനകത്ത് വിമുക്തനായെന്ന് ചോദിച്ചാൽ അന്ന് പിടിക്കുന്ന സമയത്ത് ഷൈൻ ടോം ചാക്കോ ആരും ആയിരുന്നില്ല. അതെ, അദ്ദേഹത്തിന് ആർക്കും അറിയില്ല. ഒരു സാധാരണ നോർമൽ ഒരു നടനെന്ന് പോലും പറയാനില്ല, ഒരു കലാകാരൻ. അദ്ദേഹം ഇൻഡസ്ട്രിയിൽ ജസ്റ്റ് കയറിയതേ ഉള്ളൂ. അവിടെ ഇവിടെ മുക്കിന്റെ മൂലയിൽ എന്തൊക്കെയോ ചാൻസുകൾ തേടി നടക്കുന്ന ഒരു മനുഷ്യൻ. പക്ഷേ അദ്ദേഹത്തിന്റെ വിധി വരുന്ന സമയത്ത് അദ്ദേഹം അത്യാവശ്യം താരമൂല്യമുള്ള, അദ്ദേഹത്തിന്റെ പടങ്ങൾക്ക് ഒരു ആവറേജ് ഹിറ്റുള്ള, അങ്ങോട്ട് ആൾക്കാർ, അതായത് സംവിധായകനും തിരക്കഥാകൃത്തിലും ഷൈൻ ടോം വേണമെന്ന്, ഷൈൻ ടോമിന് വേണ്ടി മാത്രം ഈ പറയപ്പെടുന്നത്, അദ്ദേഹം നായകനായിട്ട് വിവേകാനന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിനിമ അദ്ദേഹം ഇറക്കി വരുന്ന സമയമോ അങ്ങനെ പറഞ്ഞിട്ട് ഒരു സിനിമ ഇറക്കിയിരുന്നു, മെയിൻ നായകനൊക്കെ ആയിട്ട് തന്നെ. അപ്പോൾ അങ്ങനെ ഷൈൻ ടോമിന്റെ കുറേ പടങ്ങൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം താരമൂല്യമുണ്ട്, സാറ്റലൈറ്റ് വാല്യൂ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു റേഞ്ച് മാറി. അപ്പോൾ റേഞ്ച് മാറിയപ്പോൾ എന്താ സംഭവിക്കുക? അവിടെ പണം കളിച്ചു. അപ്പോൾ അദ്ദേഹം കൊക്കൈൻ, എന്തു കൊക്കൈൻ, അത് വെറും പൗഡർ ആയിരുന്നു എന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തി. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്ര ലോകത്ത് മയക്കുമരുന്ന്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു മയക്കുമരുന്നിന്റെ നിയമം, അത് പിടിക്കപ്പെടുന്ന നിയമം വളരെ കർക്കശമാണ്. അവർക്ക് ജാമ്യമൊന്നുമില്ല. അവരെ വളരെ കർക്കശമായിട്ട് നിയമത്തിലാണ് ജയിലിൽ അടയ്ക്കുന്നത്. അത് സിനിമാ നടനായാലും ഈ പറയുന്ന സാധാരണക്കാരനായാലും. അങ്ങനെയുള്ളിടത്ത് എന്തുകൊണ്ടാണ് ഇത് പെട്ടെന്ന് കൊക്കൈനുള്ളത് പെട്ടെന്ന് തെളിവില്ലെന്നും പറഞ്ഞ് എങ്ങനെയാണ് ഷൈൻ ടോമിനെ പുറത്തുവിട്ടത്? അത് കോടതിക്ക് പറ്റിയ ഒരു പാകപ്പഴയായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവിടെ പല മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ട്, തെളിവുകൾ മുക്കിയിട്ടുണ്ട്. ഇതും ഒരു പക്ഷേ ഇനി കോടതിയിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തും, പോലീസുകാരുടെ കയ്യിൽ നിന്ന് സംഭവം മാറി നീതി കിട്ടേണ്ട സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഇത് ചിലപ്പോൾ ഇവർ മാറ്റി പറഞ്ഞേക്കാം, അയ്യോ ഞങ്ങളെ കൊണ്ട് പോലീസുകാർ അടിച്ചു പറയിപ്പിച്ചതാണ്, അവർ ഉപയോഗിക്കത്തില്ല, അവർ പച്ചവെള്ളം ചവച്ച് കുടിക്കുന്നത്. എന്തായാലും ഈ പറയപ്പെടുന്ന ശ്രീനാഥ് ബാസി ആയാലും ഈ പറഞ്ഞ ഷൈൻ ടോം ആയാലും നോർമൽ അല്ലെന്ന് എനിക്ക് പലവട്ടം തോന്നുന്നുണ്ട്. കാരണം പല ഇന്റർവ്യൂ ആരുടെ അടുത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും കുഴഞ്ഞ. അത് മാത്രമല്ല ഷൈൻ ടോമിന്റെ ഒക്കെ ഇന്റർവ്യൂ നമുക്ക് മിക്ക ആങ്കേഴ്സിനും പേടിയാണ്. ഞാൻ സത്യത്തിൽ സീരീസിൽ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് കേട്ടോ ഷൈൻ ടോമിന് ഇന്റർവ്യൂ എടുക്കണം. അപ്പോഴും നമ്മുടെയൊക്കെ പ്രമുഖർ പ്രവർത്തകർ നമ്മളോട് പറഞ്ഞിരുന്നത്, നമ്മുടെ ചാനലുകാർ പറഞ്ഞ എൻ്റെ പൊന്നു ശാരികെ, ഒന്നാമത്തെ കാര്യം ഞാനിങ്ങനെ ഹോട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതുകൊണ്ട് തന്നെ അത് വേണ്ട, അത് ശരിയാകത്തില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് എൻ്റെ ഇടയ്ക്ക്, താൻ ചെയ്യേണ്ട എന്നുള്ളത്. കാരണം നമ്മൾ വിട്ടുകൊടുക്കത്തില്ല, മേ ബി അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ എനിക്കൊരു വാണിംഗ് തന്നത്. അത് വേണ്ട, അതൊരു നല്ല ആഗ്രഹമല്ല. പക്ഷെ പാവങ്ങളായിട്ടുള്ള ആങ്കേഴ്സ് ഇരുന്ന് വിയർക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇയാളുടെ പല ഇന്റർവ്യൂവിലും ഇയാൾ വളരെ അരഗൻ്റായിട്ട്, നോർമൽ ഈവൻ ക്യൂട്ട്നെസ് വാരി വിതറുന്ന പല ഇന്റർവ്യൂസിലും ഇയാൾ വളരെ മോശമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ എന്താ പറയുന്നത്, നോർമലി ഒരു ആക്ടർ ബിഹേവ് ചെയ്യുന്നതല്ല ഇയാളുടെ ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. വേറെ എന്തോ സംതിങ് റോങ് ഈസ് വിത്ത് ഹിം എന്ന് പറയുന്നത്, എന്തോ ഒരു കുഴപ്പം പുള്ളിക്കൊള്ളായിട്ട് ഫീൽ ചെയ്യും. ഇതൊക്കെ ഇതിൻ്റെ ഒരു അതിപ്രസരമാവാമെന്ന് തോന്നുന്നു പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെഡ്ലേഴ്സ് പറയുന്നത് മുഖവിലേക്ക് എടുത്തേ പറ്റൂ. കാരണം ഇത് ആദ്യമായിട്ടല്ല സിനിമാ നടന്മാരെയും നടിമാരെയും കുറിച്ച് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നത്. ഇതൊരു ഇൻഡസ്ട്രിയെ മുഴുവൻ നശിപ്പിച്ചു കളയും. നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് അല്ല, വെറും ഡേർട്ടി ആയിട്ടുള്ള ഒരു ബിസിനസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ലല്ലോ, ഇപ്പം നാർക്കോട്ടിക് അല്ലെങ്കിൽ ഈ പറയുന്ന കഞ്ചാവ് ബിസിനസ് മാത്രമല്ല, ഈ പറയുന്ന ഈ സ്ത്രീ ഇപ്പൊ പിടിച്ച സ്ത്രീക്കെതിരെ പീഡന കേസും ഉണ്ട്, അങ്ങനെ ബന്ധവും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ പോലും എന്തുകൊണ്ടാണ് ഈ കഞ്ചാവ് വിൽപ്പനയിലേക്ക് കടക്കുന്നത്? അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഹൈബ്രിഡ് കഞ്ചാവ് എന്നാണ് പറയുന്നത്. ഇതിന്റെ നോർമൽ കഞ്ചാവും ഹൈബ്രിഡ് കഞ്ചാവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇതിന്റെ 1 ഗ്രാം, ഈ ഹൈബ്രിഡ് കഞ്ചാവിന് 1 ഗ്രാമിന് പോലും 10,000 രൂപയും അതിന് മുകളിലോട്ടുമാണ് ഇതിന്റെ റേറ്റ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചില രാജ്യങ്ങളിൽ ഈ ഹൈബ്രിഡ് കഞ്ചാവ് വളർത്തുന്നവരുണ്ട്. അത് മെഡിസിനൽ പർപ്പസിനാണ് അവരത് വളർത്തുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ പർപ്പസുകളൊക്കെ അങ്ങ് മാറും. ആ പർപ്പസുകൾ മാറിയിട്ട് ആ ഒരു താൽക്കാലിക ടെമ്പററി ആയിട്ടുള്ള എന്ത് ലഹരിയാണ് ഇതിൽ നിന്ന് കിട്ടുന്നതെന്ന് അറിയില്ല. എന്ത് തന്നെയായാലും ആ ലഹരി നല്ല രീതിയിൽ വേണ്ടുവോളം ആസ്വദിക്കുന്ന ആളുകളാണ് ഇവരെന്നുള്ളത് പല തവണയായിട്ട് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സ്ത്രീയുടെ വെളിപ്പെടുത്തലിൽ തുടർന്നുള്ള നടപടികൾ എന്ത് തന്നെയാണെങ്കിലും ഉണ്ടാവും. കാരണം അത്യാവശ്യം നല്ല എമൗണ്ട് ഓഫ് ഐറ്റം ഇവരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ആ പൊതി അഴിച്ചു നോക്കുന്നതും ആ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഇവര് കുടുങ്ങി. ആ പാവം കുട്ടികളുടെ അവസ്ഥ ഇനി എന്താവെന്ന് അറിയില്ല. 2 മക്കളുണ്ട്. അത് നോർമലി നമുക്കറിയാലോ, ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ സംശയിക്കുന്ന സാധ്യത വളരെ കുറവായിരിക്കും. ആ ഫാമിലി അങ്ങനെ പോലും വെറുതെ വിടാതിരുന്നാൽ സാധാരണക്കാരന് ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ കുടുംബവും മൊത്തം നമ്മുടെ നാട്ടിൽ നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. കാരണം ഇങ്ങനെയുള്ള എല്ലാ ക്രൂക്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഭയങ്കര ക്രൂക്ഡ് ആയിട്ട് ചിന്തിച്ച് ഈ അഴുക്ക് ബിസിനസ് അല്ലെങ്കിൽ ഈ ഒരു ചീത്തയായ കാര്യം ലോകത്തിന് മൊത്തം അല്ലെങ്കിൽ സമൂഹത്തിന് മൊത്തം സ്പ്രെഡ് ചെയ്യാൻ
വേണ്ടി ഫാമിലിയെ പോലും ഇൻക്ലൂഡ് ചെയ്യുന്ന അവര് എന്ത് ചെയ്യാനും മടിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഇതുപോലുള്ള ആളുകളെ പുറത്തു കൊണ്ടുവരണം, അല്ലെ അവരെ അറസ്റ്റ് ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാവരും, അതിപ്പോ ഏത് മേഖലയാണ്, ഏത് വ്യവസായം, ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പറയുമല്ലോ, മുഖമടച്ച് നടപടി വേണം, പഴുതടച്ച് അന്വേഷണം വേണം എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ സമൂഹത്തിന് വിപത്തായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യം തുടച്ചു നീക്കുക തന്നെ വേണം. ഇപ്പോൾ അറസ്റ്റിലായ ഇവർക്ക് തക്ക ശിക്ഷ കിട്ടണം. ഇനി മേലിൽ ഇവര് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഇതേ ബിസിനസ് തുടരാൻ സാധ്യത ഉണ്ടാക്കി കൊടുക്കരുത്. അതിന് തക്ക ശിക്ഷ ഇവർക്ക് നേടിക്കൊടുക്കണം എന്നാണ് പറയാനുള്ളത്.